ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ത് വെട്ടതല്ലേ ഗൈസ്, റംസാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇവിടെ എൻ്റെ വീട്ടില് നോമ്പ് ഉറപ്പിക്കലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സ്പെഷ്യല് എന്നൊക്കെയുള്ള നമുക്ക് നോക്കിയാലോ. അപ്പൊ ഗൈസ്, അടുക്കളയിലെ വിശേഷങ്ങൾ ഇതാ. ഇവിടെ സമൂസയ്ക്കും കട്ട്ലേറ്റിനും വേണ്ടിയിട്ട് മസാല റെഡിയാക്കുമ്പോൾ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട്ലേറ്റിനും സമൂസയ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട് സലാഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ടയ്ക്കെല്ലാം ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ട ഒരു സൈഡിൽ കൂടെ ചുട്ടും വെക്കുന്നുണ്ട്. അതൊക്കെയാണ് അടുക്കളയിലെ പരിപാടികൾ. പിന്നെ സമൂസയും കട്ട്ലേറ്റും ഒക്കെ അതിൻ്റെ ഫ്രൈ ചെയ്താൽ മാത്രം മതി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. എല്ലാം ശടവടേന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നോമ്പൊക്കെ തുറക്കാൻ സമയമായി വരുന്നു. അങ്ങനെ കട്ട്ലേറ്റും സമോസയും ഫ്രൈ ചെയ്താൽ മാത്രം മതി. അടുത്ത സ്റ്റെപ്പ് ഫ്രൈ ചെയ്യലാണ്. കണ്ടില്ലേ, ഇപ്പൊ കട്ട്ലേറ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സമൂസ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായി. ടേബിളിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. മസാല, 2 തരം ജ്യൂസും പിന്നെ മത്തങ്ങ, പൈനാപ്പിൾ, സമൂസ, കട്ട്ലേറ്റ്, ഈന്തപ്പഴം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു. ഞാൻ നോമ്പൊക്കെ തുറന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വയറെല്ലാം നിറഞ്ഞു കേസ്. എല്ലാം കൂടി കഴിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ കട്ട്ലേറ്റ് കഴിക്കുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം വീട്ടിലുണ്ടാക്കിക്കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മമ്മി എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചധികം കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയി, മേലൊക്കെ കഴുകി ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ നല്ല പൊറോട്ടയും ഇറച്ചിക്കറിയാണ് കഴിച്ചത്. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ മാഷാഅല്ലാ നോമ്പുറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നോമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ നോമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു മാഷാഅല്ലാ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടിപൊളിയായിരുന്നു പൊറോട്ട. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ ഓപ്ഷൻ കുത്തിപ്പൊട്ടിക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.